വായിച്ച എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളായിരുന്നു വായിച്ചത്. ഹീബ്രൂസ് ചാപ്റ്റർ 5. കുഞ്ഞുങ്ങളെല്ലാം എടുക്കണം. ഹീബ്രൂസ് ചാപ്റ്റർ 5. കുഞ്ഞുങ്ങളെല്ലാ ദിവസവും ഇനി പേപ്പർ കൊണ്ടുവന്നിട്ട് നോട്ട് എഴുതി ഇവിടെ പറയുന്ന വാക്യങ്ങളെല്ലാം എഴുതിയെടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 11 ഓൺവേർഡ്സ് ഒന്ന് വായിച്ചു വെച്ചാൽ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. മതി. ഞാൻ അതിൻ്റെ കഴിഞ്ഞ ആഴ്ച 6-ാം അധ്യായത്തിലെ വാക്യം കൂടെ പറഞ്ഞിരുന്നു. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വാക്യത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചത് ഈ എബ്രായ സഭയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. എബ്രായ സഭ വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോവുക. അവര് യഹൂദന്മാരായിരുന്നവർ ക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവസഭയോട് ചേർന്ന് അവര് മുമ്പോട്ട് പോയി നല്ല നിലയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഭയങ്കര പ്രതിസന്ധികൾ. പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തക്കാർ തള്ളിക്കൾ, നീ യഹൂദന്മാർ പോയി ക്രിസ്ത്യാനിയായെന്നും പറഞ്ഞ് സ്വന്തം കുടുംബക്കാർ തള്ളിക്കളഞ്ഞു. സാമ്പത്തിക നഷ്ടമുണ്ടായി, എല്ലാവരും വെറുത്തു, തള്ളിക്കളഞ്ഞു. ഇവര് പിന്മാറ്റത്തിലേക്ക് പോകുവാൻ വേണ്ടി ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന മുന്നറിയിപ്പുകളാണ് എബ്രായ ലേഖനത്തിൽ. ഞാൻ പറഞ്ഞു അവര് നല്ല വിശ്വാസികളായിരുന്നു, എന്നാൽ അവരെന്ത് ചെയ്യുക, പിന്മാറ്റത്തിൽ പോകും. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതുപോലെ നിങ്ങൾ കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നിങ്ങൾ എന്ത് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, വല്ലപ്പോഴും ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആരോടാ പറയുന്നേ? അവർ നല്ല വിശ്വാസികളാ, അവർ യഹൂദന്മാരായിരുന്നു. എന്നാൽ തിരുവചനം സത്യവചനം കേട്ട് ദൈവത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ക്രിസ്തീയ ജീവൻ നയിക്കുക. എന്നാൽ പ്രതിസന്ധി മൂത്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സ് ചിന്ത മാറി. ഞങ്ങൾ ഇനിയും എങ്ങനെ മുമ്പോട്ട് പോകും? പ്രതിസന്ധി രൂക്ഷമാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന മുന്നറിയിപ്പുകളാണ് ഈ 5-ാം അധ്യായത്തിൽ എബ്രായ ലേഖനത്തിൽ മുഴുവൻ വായിക്കുന്നത്. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവരോട് നമ്മൾ വായിച്ച വാക്യം 11-ാം വാക്യം ഇങ്ങനെ തുടങ്ങുന്നത്. 5-ാം വാക്യം, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്ങനെ തുടങ്ങുന്നത്? ഇതിനെക്കുറിച്ച് വളരെ പറവാനുണ്ടെന്ന് പറഞ്ഞ 5-ാം അധ്യായത്തിന്റെ ഈ എന്തിനെ കുറിച്ച് പറയാനുണ്ടെന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പാടോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. ജഡത്തിൽ വന്ന യേശു കർത്താവ്, ഞാൻ പറഞ്ഞു ദൈവമായ യേശു, ജഡത്തിൽ വന്ന യേശു, അതിനുശേഷം മഹാപുരോഹിതനായ യേശു. ഈ മഹാപുരോഹിതനായ യേശു എന്ന് 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ, കഴിഞ്ഞ ദിവസം വായിക്കുന്നില്ല, 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയും, നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനായ വിശ്വസ്ത മഹാപുരോഹിതനായിട്ട് യേശു കർത്താവുണ്ട്. ഇത് ആരോടാ പറയുന്നേ? എങ്ങനെയെങ്കിലും പ്രതിസന്ധി ഒന്നു ഒഴിഞ്ഞ് അച്ഛാ ഈ വിഷയമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നിൽക്കുന്നവരോട് എബ്രായ ലേഖന കർത്താവ് ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അന്നേരം പറഞ്ഞു, വിശ്വസ്ത മഹാപുരോഹിതനാകാനോ? അതെങ്ങനെയാ പറ്റുന്നേ? ഞങ്ങൾക്ക് ലേവ്യ പൗരോഹിത്യന്മാരുണ്ട്. നിങ്ങൾക്കറിയില്ലേ, യഹൂദന്മാരല്ലേ? ഞങ്ങൾക്ക് ലേവ്യ പൗരോഹിത്യം ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം. യേശു കർത്താവ് എങ്ങനെ ഒരു മഹാപുരോഹിതനാകുന്നത്? ഉടനെ അതാണ് 5-ാം അധ്യായത്തിൽ താൻ വേറൊരു ഭാഗമാണ് പറഞ്ഞു തുടങ്ങുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു വാക്യം മാത്രം എടുത്താൽ മതി. ഇങ്ങനെ 6-ാം വാക്യം മാത്രം ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മൾ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ വാക്യം പറയുന്നുണ്ടല്ലോ. 5-ന്റെ 6. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. എങ്ങനെ പറഞ്ഞേക്കുന്നത്? പെട്ടെന്ന് അവർ ചോദിക്കുക, ഈ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഇവർക്ക് സംശയം തോന്നും. എടാ ഇതെങ്ങനെ പറ്റും? ഞാൻ ആദ്യം പറഞ്ഞു യേശു ഇവനെ ശ്രദ്ധിച്ച് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് മോശമുണ്ട്. ആരുണ്ട്? ഞങ്ങൾക്ക് അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാനെന്ന് 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇവർ പറയാ അതുപോലെ ഞങ്ങൾക്കും ഉണ്ട് ഒരാൾ മോശ. അന്നേരം എന്തോ ചെയ്തു ലേഖനകർത്താവ്? ഞാൻ കഴിഞ്ഞ ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചാണല്ലോ അത്. മോശയെ നോക്കിയിട്ട് പറയുക, മോശയെക്കാളും ശ്രേഷ്ഠനായ പുത്രനെ പറ്റി, യേശുവിനെ പറ്റി വിശദീകരിക്കുക. മോശ ഒരു ഭൃത്യനായിരുന്നു, യേശു കർത്താവ് പുത്രനാണ്, അവന്റെ ഭവനമാകുന്നു നമ്മള്. ഇന്ന് പലക്കാലം നമ്മൾ ആ സഭയുടെ ഒരു ഭാഗമായി പുത്രനോട് ചേർന്ന്, അതാണ് പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ സംശയമാ. പിന്നെ വാക്യം പറഞ്ഞില്ല, ഈ മഹാപുരോഹിതൻ എങ്ങനെ ആകും?
ഉടനെ പറയും അവരോട് പറയും, ഞങ്ങൾ കേട്ടിട്ടുണ്ട് ലേവ്യ പൗരോഹിത്യം. ഇവര് പറയും ലേവ്യ പൗരോഹിത്യം അല്ല, എന്താ പറഞ്ഞേ, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കും ഇവന്മാരുടെ ആകെപ്പെട്ടു, എടാ ഇതെന്തോ ഈ പറഞ്ഞു വരുന്നത്. പൗലോസ് എന്താ ലേവ്യ പൗരോഹിത്യത്തെ പറ്റി അവർക്കറിയാം. അവരുടെ വർഷത്തിൽ ഒരിക്കല് ലേവ്യ പൗരോഹിത്യ പ്രകാരം മഹാപുരോഹിതൻ പാപപരിഹാര യാഗം കഴിക്കാൻ വേണ്ടി ദേവാലയത്തിൽ കയറുന്നതും അവിടുത്തെ ശുശ്രൂഷകളൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതാ ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ പൗലോസ് അപ്പോസ്തലൻ, ഞാൻ വിശ്വസിക്കുക ലേഖനകർത്താവ്, പെട്ടെന്ന് അവരോട് പറയുക, ഇവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ടവനല്ല, പിന്നെ എങ്ങനെയുള്ളവനവന്? മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യോ? ഇവരിത് എനിക്ക് വന്ന് വലുതായിട്ട് കേട്ടിട്ടില്ല. കാര്യം അവർ കേട്ടിട്ടുണ്ട് മെൽക്കിസദേക്കിനെ പറ്റി, പഴയ നിയമത്തില് കേട്ടിട്ടുണ്ട് ഇടയ്ക്കൊന്ന്. പക്ഷെ അതിനെ പറ്റിയുള്ള മഹാപുരോഹിത്യത്തെ പറ്റി ഇവരധികം കേട്ടിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുക, അതാ നമ്മൾ വായിച്ചേ, ഇതിനെക്കുറിച്ച് ആ വാക്യം ഒന്നുകൂടെ വായിച്ച 5:11, ഇതിനെക്കുറിച്ച് വളരെ പറവാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ പ്രതിസന്ധികളിൽ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ വചനത്തിന്റെ ആഴം ഉള്ളിൽ കയറിയെങ്കിൽ മാത്രമേ ഉറപ്പോടെയുള്ള ക്രിസ്ത്യ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് യേശു കർത്താവ് ആരാണെന്നുള്ള വലിയ വെളിപ്പാട് ഹൃദയത്തിനകത്ത് വരണം. യേശുവിനെ പറ്റി പലരുടെയും വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗസൗഖ്യം. എന്താണ് അച്ഛാ പറഞ്ഞാൽ മതി, രോഗസൗഖ്യമാക്കുന്നവൻ. പിന്നെയോ കടം മാറ്റുന്നവൻ. ഈ കടം മാറ്റുന്നവനും രോഗസൗഖ്യം മാറ്റുന്നവനും മാത്രമാണെങ്കിൽ ഇവരുടെ പോലുള്ള സമ്പത്തിന്റെ അപഹാരവും ജയിലിന്റെ അവസ്ഥയും ബന്ധുക്കളും കൂട്ടുകാരും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിന് യേശു ആരാണെന്ന് അറിയണം. അതിന് ഉള്ളിലൊരു വെളിച്ചം, ഒരു വെളിപ്പാടുണ്ടാകണം. വെളിപ്പാടില്ലെങ്കിൽ പ്രതിസന്ധി നിൽക്കാൻ പറ്റത്തില്ല. ഒരു റെവലേഷൻ ഇല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റത്തില്ല. ആരോ പറഞ്ഞു, എന്തോ പറഞ്ഞു. ഞാൻ പറയാം, യേശു കർത്താവ് ഈ നമ്മളെപ്പോഴും തെറ്റിദ്ധരിക്കുന്ന കാര്യമോ, യേശു കർത്താവ് ഈ മിക്ക പ്രസംഗങ്ങളും കേൾക്കുന്ന രോഗം സൗഖ്യമാക്കുന്നു, പിന്നെ ഇങ്ങനെയുള്ള, തീർച്ചയായിട്ടും അവൻ രോഗം സൗഖ്യമാക്കുന്നവൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ക്രിസ്തുവിങ്കിലേക്ക് നയിക്കാനുള്ള വെറും റിംഗിങ് ബെൽസ് ആയിരുന്നു ഈ മിറക്കിൾ എന്നൊക്കെ പറയുന്നത്. ഇന്ന് പലക്കാലം നിന്റെ കടം വീട്ടുവാൻ അവൻ മതിയായവനാ. പക്ഷെ നിനക്കൊരു അത്ഭുതം, ഒരു മിറക്കിൾ അവൻ ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം നീ യേശുവിങ്കിലേക്ക് വരുവാനാ. നമ്മൾ പഴയ ആ സുവിശേഷം വായിക്കുമ്പോൾ മിറക്കിൾ ലഭിച്ച പലരുണ്ട്. ഇപ്പൊ നമ്മൾ ശമരിക്കാരി സ്ത്രീയെ പറ്റി വായിക്കുന്നുണ്ട്. അവള് യേശുവിനെ പറ്റി കേട്ടോണ്ട് എന്ത് ചെയ്തു, ഞാൻ നിന്റെ പുറകെ വരെ, ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു ക്രിസ്തു സൗഖ്യമാക്കി പലരും പറഞ്ഞു, ഞാൻ നിന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? മിറക്കിൾസ് ഒക്കെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ റിംഗിങ് ബെൽസ് ആയിരുന്നു. പക്ഷെ നമ്മൾ ക്രിസ്ത്യ ജീവിതം ഉറപ്പോടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വരണം. അല്ലെങ്കിൽ പ്രതിസന്ധി അതിജീവിക്കത്തില്ല. ഒരിക്കലും രോഗസൗഖ്യം കിട്ടി യേശുവിനെ കണ്ടവൻ അടുത്ത പ്രതിസന്ധി രോഗസൗഖ്യം കിട്ടിയില്ല, അവൻ വന്ന വഴിക്ക് പോകും. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഞങ്ങളൊന്ന് അച്ഛാ, പണ്ട് വന്ന സമയം ഓക്കെയാ, ആ സഭയിലോട്ട് തന്നെ തിരിച്ചു പോവുക, ഞാൻ കിട്ടാനുള്ളതൊക്കെ കിട്ടി. കഴിഞ്ഞ ദിവസം എന്നാലും കർത്താവ് ചെയ്യുന്നത് ശരിയാണോ? സൗഖ്യം കിട്ടിയിട്ടും അങ്ങനെ ചെയ്യുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞു, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഒന്നുമില്ലാത്തടത്തുനിന്ന് അപ്പം പൊങ്ങി വരുന്നത് കണ്ട് കഴിച്ച് 5000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു. അവരൊന്നും യേശുവിന്റെ പിന്നാലെ പോയില്ല. മിറക്കിൾസ് ദൈവം ചെയ്യും, അത് ആരെന്നില്ല. നീ നിലവിളിക്കുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പക്ഷെ അവന്റെ വെളിപ്പാട് എന്താണെന്നറിയാമോ? അത്ഭുതങ്ങളെ ചെയ്തിട്ടും ഇങ്ങനെ പറയും. യേശു കർത്താവ് ഇങ്ങനെ പത്രോസിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ അപ്പം എല്ലാം കൊണ്ട് കുറെ ആൾക്കാർ കൂടെ വന്നു. ഇവരെല്ലാം എന്റെ പിന്നാലെ വരുന്നത് എന്തുകൊണ്ടാ? മിറക്കിൾ പ്രതീക്ഷിച്ചാ വരുന്നത്. എങ്ങനെ പറയുന്നുണ്ട്, ഇവരെല്ലാം അത്ഭുതം കണ്ടുകൊണ്ട് വലിയൊരു ജനക്കൂട്ടം യേശുവിന്റെ പിന്നാലെ വരിക. യേശു അന്നേരം ശിഷ്യന്മാരെല്ലാം കൂടെ ഉണ്ട്, അവരോട് നോക്കിയിട്ട് പറഞ്ഞു, ഇവരെല്ലാം എന്റെ പിന്നാലെ വരുന്നത് അപ്പത്തിന്റെ അത്ഭുതം കണ്ടുകൊണ്ടാ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അവൻ അവിടെ അത്ഭുതം ഒന്നും ചെയ്യാൻ വന്നപ്പോൾ ഇമാരെല്ലാം ഇട്ടച്ചങ്ങ് പോയി. ഇവന്റെ വാക്ക് ഭയങ്കര കഠിനമാണ്, ഇട്ടച്ചു പോയി. യേശുവിനെ ഇട്ടച്ചു പോയപ്പം യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, മിറക്കിൾ കണ്ടവരെല്ലാം എന്ത് ചെയ്തു? ഒത്തിരി പേര്, നിങ്ങളും എൻ്റെ കൂടെ, നിങ്ങൾ ഒത്തിരി മിറക്കിൾ കണ്ടിട്ടില്ല, പിന്നെ ഒത്തിരി മിറക്കിൾ കണ്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങൾക്കും പൊക്കോ, നിങ്ങളും പോന്നേ പോ. ഉടനെ അവർക്കൊരു വെളിപ്പാട് കിട്ടിയായിരുന്നു, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് കർത്താവേ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എവിടെ പോകും? ഞാൻ പറയാം, അജുവാൻ സഭയെ കൂടി വരുന്നവരോട് പറയട്ടെ, പ്രതിസന്ധികൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കത്തില്ല, പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കത്തില്ല. നിന്റെ ഉള്ളിൽ റെവലേഷൻ ഉണ്ടെങ്കിൽ, എന്നെ കൈവിടാത്ത, എന്നെ കരം പിടിച്ച് നടത്തുന്ന, പ്രതിസന്ധിയിലും കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത്ഭുതം എന്നൊക്കെ ഉള്ളതല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അത്ഭുതം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ പിന്നാലെ നിൽക്കേണ്ട ഇസ്രായേൽ മക്കളായിരുന്നു. ആരാ നിൽക്കേണ്ടേ? ഇസ്രായേൽ മക്കളെ പോലെ അത്ഭുതം കണ്ട ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ വിഷയം അവരുടെ വേറെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറഞ്ഞ വിഷയത്തിനകത്ത് പറഞ്ഞു, അവർക്ക് മേളിൽ എന്താണ് മേഘസ്തംഭം,
അങ്ങനെ അവർ ഈ 50 ഡിഗ്രി ചൂടി പോകുമ്പോഴും എയർ കണ്ടീഷൻ പോലെ. രാത്രിയിലോ അഗ്നിസ്തംഭം. എന്തോ ഒരു നല്ല ജനമാ. വിശക്കുന്നെന്ന് പറയുന്ന ഉടനെ രാവിലെ മന്ന, സൂപ്പർ തേൻ ചേർത്ത ദോശയോട് രുചിയുള്ള മന്ന. ഇങ്ങനെ പോലെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടു മാറത്തില്ല. നമ്മളൊക്കെ പറയും അല്ലേ, 2 മിറകൾ എനിക്ക് വേണ്ടി ചെയ്താൽ ഞാൻ മാറത്തില്ലെന്ന് പറയും. അടുത്ത ഇവരുടെ പറയുന്നത് പിന്നെ അവർക്ക് അതുകൊണ്ട് തീർന്നില്ല. അവർക്ക് വേണ്ടി ഇറച്ചി വിടാന്ന് പറഞ്ഞപ്പോ കാടപ്പക്ഷി അയച്ചു കൊടുത്തു. അവർക്ക് അതും കിട്ടി. എന്തൊരു സന്തോഷം അല്ലേ. അച്ഛാ എന്തോ ഒരു മിറക്കില്ല. അതുകൊണ്ട് തീർന്നില്ല. ഷർട്ട് അവരുടെ ചെരുപ്പ് എന്ത് ചെയ്യില്ല, ചെരുപ്പ് തേച്ചില്ല. എൻ്റെ അച്ഛാ ചെരുപ്പ് ഇവിടെ ആണെങ്കിൽ മാസത്തിൽ ഓരോ ചെരുപ്പ് മേടിക്കണം. ഇവർക്ക് എന്താ ചെരുപ്പ് എന്തില്ല, വലിയ മിറക്കളാ. പിന്നെ ഉടുപ്പ് എന്തില്ല, അങ്ങനെയല്ല. ചെരുപ്പ് തേഞ്ഞില്ല. അവരുടെ വസ്ത്രം പഴകിപ്പോയില്ല. എന്താ പറയുന്നേ, വസ്ത്രം. നിങ്ങൾ വിശ്വസിക്കുന്ന വസ്ത്രം എന്ത് ചെയ്തില്ല. ഇത് റിയൽ മിറക്കിളാച്ച. ഇത്രയൊക്കെ എനിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ ഇനി ഒരിക്കലും എൻ്റെ കർത്താവിനെ വിട്ടു പോകത്തില്ല. ഷർട്ടിനും കുഴപ്പമില്ല, ചെരുപ്പിനും കുഴപ്പമില്ല. എയർ കണ്ടീഷൻ ഇവിടെ ആണെങ്കിൽ വീട്ടിൽ AC ഓണാക്കിയിട്ടും തണുപ്പ് കിട്ടുന്നൊന്നുമില്ല. എയർ കണ്ടീഷനും കിട്ടി, ഭക്ഷണമൊക്കെ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യത്തില്ല എന്നാ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് എന്ത് ചെയ്തു, ഇവരുടെ ശവങ്ങളെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. അവരോട് എന്താ പറഞ്ഞത്, ഞാൻ എന്താ മനസ്സിൽ ദൈവത്തിനാമ ഓർപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഭാഗം ഒന്ന് എടുക്കുകയാണ്. അന്ന് അതിന്റെ 8-ാം വാക്യം, 3-ന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചു വെച്ചാ. 3-ന്റെ 8 എബ്രായ ലേഖനമാണേ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ഇവര് കനാനാട്ടിൽ പോയി എത്ര വർഷം എടുത്തു? 40 വർഷം. 40 വർഷം മുഴുവൻ മിറക്കിളായിരുന്നു. 40 വർഷം എന്റെ പ്രവൃത്തി കണ്ടിട്ടും എന്ത് ചെയ്തു, എന്നെ ശോധന ചെയ്തു. അന്നേരം അടുത്തേക്ക് കാര്യം കൊടുത്തു. അത്ഭുതം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. ഹല്ലേലൂയ. അത്ഭുതം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത്ഭുതം എന്താ പ്രശ്നമെന്നറിയാമോ? അത്ഭുതം കിട്ടിയാലും ഇവിടെ ഹൃദയം എന്തായിപ്പോയി, കഠിനമായി പോയി. അവരെ പറ്റി വായിച്ച വാക്യം ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം വായിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് പറയുന്നില്ല. അതിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്താണെന്നറിയും? 18-ാം വാക്യത്തിന് ഒന്നുകൂടെ ചേർന്ന് വായിച്ചോ. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണു. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ആരുടെയാ? ഇത്രയും അത്ഭുതം കണ്ടൊരു സൂപ്പർ ജനം. എൻ്റെ അച്ഛൻ ഇതിനകത്ത് എനിക്ക് ഷർട്ട് പഴകിയില്ലെങ്കിൽ മതിയായിരുന്നു, ഞാൻ പിന്നാലെ വന്നോളാം എന്ന് പറയുന്നവരുണ്ട്. മിറക്കിൾസ്, ദൈവത്തിന്റെ പിന്നാലെ പോകാനുള്ള ചില ദൈവത്തിന്റെ പ്രവൃത്തി മാത്രമാ. കർത്താവിനെ അടുത്തറിഞ്ഞില്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകും. 10 വർഷമായാലും 15 വർഷമായാലും 25 വർഷമായാലും സഭയെ വരുന്നത് കൊണ്ടും കാര്യമില്ല. ഹാലില് പാല് മാത്രം കുടിച്ചിരിക്കുന്നവ ഇവരെ നോക്കി. ഇവരുടെ പ്രശ്നം എന്തുവാ? നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് കഴിച്ചാൽ പറ്റത്തുള്ളൂ? പാല് കുടിക്കുന്നവരുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധി വരുമ്പോ പിന്മാറിപ്പോവും. അവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരം എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വായിച്ചത് മെൽക്കിസദേക്കോ. സൈപ്പാസ് എന്ന് മെൽക്കിസദേക്കിന് ഒരു ബൈബിൾ ക്ലാസ്സാ. എന്നാ പോയി നമുക്ക് കടയിൽ പോയേക്കാച്ച. മെൽക്കിസദേക്കിനെ പറ്റിയുള്ള ബൈബിൾ ക്ലാസ്. അതുകൊണ്ട് എന്ത് ചെയ്തേക്കാം? അത് കടയിലെങ്ങാനും പോയേക്കാം. അത് വായിച്ചാലും മനസ്സിലാകത്തില്ലെങ്കിൽ ഓർത്തോണം, എന്തോ കുഴപ്പമുണ്ട്, ദഹിക്കുന്നില്ല. പാല് ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഞാൻ പറയാം, അബ്രഹാമിന്റെ വിശ്വാസം. ഞാൻ കഴിഞ്ഞ പറഞ്ഞ അബ്രഹാമിന്റെ വിശ്വാസം 25 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നവന്റെ വിശ്വാസം എന്ന് പറയുമ്പോഴത്തേന് ഇന്ന് വിശ്വാസത്തെ പറ്റി പ്രശ്നം. വിട്ടോടാ സഭയിലോട്ട്. എന്തിനാ വിശ്വാസത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച ഇവരെ പോലെ വിശ്വാസത്തിന്റെ ഇത് കേൾക്കുമ്പോൾ ഓടി സഭ. എന്നാൽ അതിനപ്പുറത്തായിട്ട് കട്ടിയായിട്ടുള്ള ആഹാരം വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഈ സഭ, ഞാൻ ഇന്ന് തൽക്കാലം ഒരു കാര്യം കൂടെ പറയാം. ഇവരെ പറ്റി നമ്മൾ പറഞ്ഞു, ഇവർക്ക് എലമെന്ററി ടീച്ചിങ് ആയിരുന്നു. എങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് എന്തായിരുന്നു? 6-ാം അധ്യായത്തിൽ, അതുകൊണ്ട് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ ഇവർക്ക് എന്താ, ഇവർ കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, കൊച്ചു പിള്ളേർ കൊച്ചിന്റെ ഇപ്പം നമ്മുടെ ഈവയുടെ വായിലൂടെ ഒരു ഇറച്ചി കഷ്ണം കൊണ്ട് കിട്ടി നല്ല കഴിച്ചോടോ, നല്ല എനർജി വരുന്നതെന്ന് വെച്ചാൽ അത് ഛർദ്ദിച്ചും തൂറ്റി അങ്ങ് പോവും. എന്താ പ്രശ്നം? എന്തോ ദഹിക്കത്തില്ല. പലരും ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം ദഹിക്കാത്തതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടിയായിട്ടുള്ള ആഹാരം ലഭിക്കണമെങ്കിൽ പഴക്കത്താൽ ലഭിച്ച, അങ്ങനെ വാക്യം എങ്ങനെ വെച്ചാൽ പഴക്കത്താൽ ലഭിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വായിച്ച വാക്യം അതിനകത്ത്. അതിന്റെ 14-ാം വാക്യം 5-ന്റെ 14 ഞാൻ വായിക്കാം. കട്ടിയായുള്ള ആഹാരം എന്തുവാ? നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. പ്രായം എന്ന് വെച്ചാൽ മച്ചുവറാകണം. ഇച്ചിരി ആത്മീയമായിട്ട് സ്പിരിച്വൽ മച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. മച്ചുവറാണെങ്കിൽ
25 വർഷം സഭയിൽ ഇരുന്നുകൊണ്ട് മച്ചുറാകത്തില്ല, 1 വർഷം ഇരുന്നാലും മച്ചുറാകാം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നാച്ചുറൽ ഗ്രോത്ത് അല്ല സ്പിരിച്വൽ ഗ്രോത്ത്. നാച്ചുറൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നമുക്കറിയാം 15 വയസ്സുള്ള കൊച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം അല്ലേ? എത്ര വയസ്സുണ്ടോ? 15 വയസ്സ്. നമ്മൾ കൊച്ചിൻ്റെ ചോദിക്കുന്നത് ഇപ്പം എത്ര വയസ്സുണ്ട്? 45 വയസ്സ്. ഇപ്പം എത്ര വയസ്സുണ്ട് വെച്ചാൽ 80 വയസ്സ്. അതിന് മനസ്സിൽ നമ്മുടെ ഒരു കിളവൻ തലമുടിയെല്ലാം പോയി വെള്ളം നരച്ച് അല്ലേ, അങ്ങനെയൊക്കെ പറയും. ആത്മീയമായിട്ട് അങ്ങനെ പറയും. എത്ര വർഷമായി വെച്ചാൽ സഭയെന്ന് ചോദിക്കുന്നത്? 25 വർഷം. അവിടെ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ആത്മീക വളർച്ച എന്ന് പറയുന്നത് വർഷങ്ങളുടെ കണക്കല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ കണക്കാ. എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? ദൈവവുമായിട്ട് നിനക്ക് ബന്ധമില്ലെങ്കിൽ നീ 25 വർഷവും ബൈബിളും കൈവച്ചോണ്ടോ സഭയെ പോയത് കൊണ്ടോ ഒരു ഗുണവുമില്ല. ഞാൻ പറയാം, ചിലരെ പോലെ മരുഭൂമിയിൽ പട്ടുപോയവരെ പോലെ പോകാം. ദൈവം എന്നാ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയാം തഴക്കം പ്രാപിച്ച ഇന്ദ്രിയം. ഇന്ദ്രിയം തഴക്കം പ്രാപിക്കുന്ന എങ്ങനെ? നമ്മുടെ ഇപ്പൊ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ തെറ്റായിട്ടുള്ള കാര്യം കേട്ടാലും ശരിയായിട്ടുള്ള കാര്യം കേട്ടാലും നമുക്കറിയാം ഇല്ലേ? കൊച്ചിന് അറിയത്തില്ല. ഞാൻ ഒരു കൊച്ചു അപ്പനും അമ്മയും ഭയങ്കര തെറി വിളിക്കും. ഈ കൊച്ചു വഴിയെ വന്ന് കാണുന്നവരെല്ലാം തെറി വിളിക്കും. വീട്ടിൽ അപ്പനും അമ്മയും വഴക്കുണ്ടാക്കിയിട്ട് തെറി വിളിക്കുന്ന ഈ കൊച്ചു കേട്ട് കൊച്ചിന് എന്നാന്ന് അറിയത്തില്ല. സ്നേഹത്തിൽ വിളിക്കുന്ന അതുകൊണ്ട് വഴിയെ ആരും കയറി വരുന്നുണ്ടേ കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേസമയം നമ്മളും മച്ചുറായപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പറയാൻ പറ്റുന്ന കാര്യമല്ല, അവര് വഴക്കുണ്ടാക്കിക്കൊണ്ട് പറയുന്നതാണെന്ന്. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായോ? അതുകൊണ്ട് തഴക്കം വന്ന ഇന്ദ്രിയമുള്ളവർക്ക് എന്ത് മനസ്സിലാകത്തുള്ളൂ? ദൈവവചനത്തിന്റെ ആധികാരികത മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവര് അച്ഛാ അവിടെ ഭയങ്കര മീറ്റിംഗ് നടക്കുന്നു, എല്ലാം ഇടിച്ചു കയറി വന്നു, ആളൊക്കെ കൂടി പ്രതിസന്ധി വന്നപ്പം ഇവന്മാരവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇവന്മാരുടെ കുഴപ്പമോ പോയ കാര്യമല്ല, വചനത്തിൽ ഉറയ്ക്കാത്തതിന്റെ കുഴപ്പമാണ്. ഞാനൊരു കാര്യം ദൂതാട്ടിനോട് പറയട്ടെ, വചനം ഹൃദയത്തിന് അകത്ത് കയറുന്നെങ്കിൽ നിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ വചനം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കും. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർക്ക് പറ്റത്തില്ല, നിന്റെ അടുത്തിരിക്കുന്നവർക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് സഹായിക്കാനും ഞങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. നീ ആത്മീയമായിട്ട് പക്വത പ്രാപിച്ചാൽ പ്രതിസന്ധിയെ നീ അതിജീവിക്കും. ഹല്ലേലൂയ. അല്ലാത്തവൻ പ്രതിസന്ധി കാണുമ്പോൾ ഇട്ടൊരു പോക്കാ, എന്റെ അച്ഛാ ഞാൻ വന്നത് വെറുതെ ആയിപ്പോയെന്ന്. ഇന്ന് പലക്കാലം ഞാൻ പറയാം, നമ്മൾ പിടിച്ച കൊമ്പ് വെറുതെയല്ല. വിശ്വാസത്താൽ നമ്മൾ കർത്താവിന്റെ അടുത്ത് വന്നെങ്കിൽ വചനത്തിന്റെ ആഴം മനസ്സിലാക്കിയാലുണ്ടല്ലോ ഒരുത്തരും നിന്നെ കുലുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലൊരു വെളിപ്പാടുണ്ട്. പ്രതിസന്ധി നിന്നെ ഹല്ലേലൂയ. ഒരു വാക്യം ഞാൻ ഇതിനിടയ്ക്ക് വന്നതുകൊണ്ടാണ് റോമാലേഖനം, റോമൻസ് ചാപ്റ്റർ 8, റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഈ നമുക്ക് ഈ വെളിപ്പാട് വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ എന്തൊക്കെ വെച്ചാൽ ഈ വെളിപ്പാട് വന്നാൽ എന്താ സംഭവിക്കും? റോമൻസ് ചാപ്റ്റർ 8 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വല്ലാത്ത റെവലേഷനാ കേട്ടോ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ എന്താ ഈ കഷ്ടമൊന്ന് മാറിയിട്ട് ദൈവത്തെ വിളിക്കാൻ സമയമില്ല. കഷ്ടമാ, മൊത്തം കഷ്ടമാ, പ്രശ്നമാ. ഒന്നും ദൈവത്തെ വിളിക്കാൻ പറ്റുന്നില്ല. പൗലോസ് തന്റെ ഉള്ളിലെ റെവലേഷൻ പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ പറയാം, പ്രതിസന്ധി ഇല്ലാത്തവരായിട്ട് ആരുമില്ല, കഷ്ടത ഇല്ലാത്തവരായിട്ട് ആരുമില്ല ഈ ലോകത്ത്. പക്ഷെ ഒരു കാര്യം കൊണ്ട്, ഒരു വെളിപ്പാട് ഉള്ളിൽ കയറിയാലുണ്ടല്ലോ, നീ പറയും ഇതൊന്നും സാരമില്ല അച്ഛാ, ആ ജോലി പോയോ സാരമില്ല, എന്റെ കരം പിടിച്ച് നടത്തുന്നവനുണ്ട്, അതിൽ പ്രതിസന്ധി ഉണ്ടോ സാരമില്ല, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. ഈ തേജസ്, ഈ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് വിചാരിക്കാൻ നമ്മള് ഇത് ഒരു 2 തലമുണ്ട്. ഈ ഞാൻ പറഞ്ഞ വിഷയം മാറി എന്നാലും പറയുക, തേജസ് വെളിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയിലൊരു തേജസ്സുണ്ട്, ഈ ലോകത്തും ഒരു തേജസ്സുണ്ട്. അങ്ങനെ ഉണ്ടോ? ചില ആൾക്കാർ യേശുവിന്റെ പടം വെച്ചിട്ട് ഞാൻ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റും തലയുടെ ചുറ്റും ഒരു ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ കണ്ടിട്ടില്ലേ? അതാ തേജസ് എന്ന് വിചാരിക്കുന്നത്. അതല്ല. തേജസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാനുള്ള വ്യത്യാസമാണ്. എങ്ങനെ ഐഡന്റിഫൈ? നമ്മളെന്ത് ചെയ്യാം? ഒരു ദൈവമകനെ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാ അവിടെ തേജസ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേ? ഒരു ദൈവമകനെ കണ്ടാൽ ഹാലിലെ ലോക മനുഷ്യൻ അവനെ നോക്കുമ്പോ പറയാൻ പറ്റും, ഇവൻ തേജസ് ഉള്ളവനാ. കാര്യം എന്താണെന്നറിയാമോ? ഒരു പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോൾ അവൻ കുലുങ്ങാതെ പോവുക, എന്റെ കരം പിടിച്ച് നടത്തുന്ന ഒരുവനുണ്ട്. ഇന്ന് പറക്കാലം അതാണെന്ന് പറയുന്നത് തേജസ് എന്ന് പറയുന്നത്. പ്രതിസന്ധികളിലൂടെ, കഷ്ടങ്ങളിലൂടെ നമ്മൾ തേജസ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ ഇതിനകത്ത് 2 നില കഷ്ടങ്ങളിലൂടെ തേജസ് പ്രാപിക്കുന്നവരാകും. ഞാൻ പറഞ്ഞ ഇച്ചിരി കട്ടിയായിട്ടൊരു വാക്കാ പറഞ്ഞു. എന്താ? പ്രതിസന്ധികളിലും കഷ്ടങ്ങളിലും കൂടെ നമ്മൾ എന്ത് പ്രാപിക്കും? തേജസ് എന്ന് പറഞ്ഞാൽ എന്തുവാ?
നമ്മുടെ ക്യാരക്ടർ. എന്താ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നത്? ലോകത്തിൽ എന്താ പറയുന്നത്? നമ്മുടെ പിടികിട്ടുന്നില്ലല്ലേ? തേജസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ വെച്ചാൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നവരാ. ഇവിടുത്തെ രാജാക്കന്മാരെ വ്യത്യാസമാക്കുന്ന അവരുടെ അധികാരത്തിന്റെ ഇതാ. എങ്ങനെ നമ്മൾ ഈ വഴിയെ രാജാവിന്റെ ഡ്രസ്സൊക്കെ നമുക്ക് ഈ ലോക്കൽ അറബികളെ കണ്ടാൽ നമുക്കറിയാം അല്ലേ? അവർ നല്ല വെള്ള ഡ്രസ്സൊക്കെ എടുത്ത് നല്ല ഇതൊക്കെ ഇട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇടുന്നവരുടെ കാര്യമല്ല, ഒറിജിനൽ ആൾക്കാരുടെ കാര്യമാണ്. അവരിങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കെന്തറിയാം അവൻ ഒറിജിനൽ അറബിയാണ്, നമുക്ക് കണ്ടാ അറിയാം. കാരണം കാണുമ്പോൾ തന്നെ വ്യത്യാസം അറിയാം. ഇതുപോലെ ദൈവമകനെ സംബന്ധിച്ച് അവന്റെ ക്യാരക്ടർ കാണുമ്പോൾ ലോകമനുഷ്യനറിയാൻ വ്യത്യസ്തനാണ്. അവനോട് പറയും, എടാ നീ പെന്തിക്കോസ്തുകാരൻ അല്ലെ, നീ ദൈവമകനായിട്ടാണോ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത്? നീ ദൈവമകനായിട്ടാണോ ഈ വിഷയത്തിന് മുമ്പിൽ കിടന്ന് പതറുന്നത്? അവർക്കറിയാം ഇവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. നിവക്കല്ല, അതാണ് നമ്മുടെ തേജസ്. കഷ്ടങ്ങൾ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ നമ്മുടെ തേജസ് ഡെവലപ്പ് ചെയ്യുന്നതാ, നമ്മുടെ ക്യാരക്ടർ കൊണ്ടുവരുന്ന. നീ ചിലപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ലോകമനുഷ്യന് അറിയത്തില്ലായിരിക്കും. യോബിന്റെ ജീവിതത്തിൽ തന്റെ മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, തന്റെ ഭാര്യ തന്നെ കൈവിട്ടു, എല്ലാം പോയി. യോബിന്റെ ജീവിതത്തിൽ അവസാനം ഒരു വലിയ വെളിപ്പാട് കിട്ടിയത് എനിക്ക്. ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളായിരുന്നു, എന്റെ കണ്ണാൽ ഞാനിപ്പോ കാണുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാനറിയാമോ? ദൈവത്തെ യഥാർത്ഥമായി വെളിപ്പെട്ടു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ജീവിതത്തിൽ കുലുങ്ങത്തില്ല. യോബിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഒന്നും കുലുങ്ങിയില്ല. അവൻ താൻ മുട്ടുമടക്കി ദൈവത്തെ സ്തുതിച്ചെന്നാ വായിക്കുന്നത്. സകലതും നഷ്ടപ്പെട്ടപ്പോഴും വാർത്തകൾ കേൾക്കുമ്പോഴും എന്താ പറ്റുമോ? സമ്പത്ത് പോകുമ്പോഴും പറയാൻ പറ്റുമോ? ഞാൻ പറയാം, ഞാൻ ഈ പറയുന്ന കാര്യം ഈ സഹിച്ചാൻ അവിടെ ഇരുന്ന് നടക്കാത്ത കാര്യമെല്ലാം കൂടെ. സമ്പത്തു പിള്ളേര് എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവിടെ ഇരുന്ന് ആരാധിച്ച് യോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമ്പത്തെല്ലാം പോയി, എല്ലാം ബിസിനസ് ചെയ്തെല്ലാം പോയി. അവിടെ ആരാധിക്കാൻ പറ്റുമോ? ആരോഗ്യം ഉണ്ടായിരുന്ന ആരോഗ്യം എല്ലാം പോയി. യോബ് ഇരുന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുക. എന്താ വെച്ചാൽ ദേഹത്തെല്ലാം ആ ചൊറി വന്നു. ഓട്ടുകഷ്ണം കൊണ്ട് ചാരത്തിലിരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? സ്തുതിക്കാൻ ചില ബുദ്ധിമുട്ടാ. ഈ പറയുന്നൊന്നും നാച്ചുറൽ അല്ല ഞാൻ ഈ പറയുന്നത്. അല്ല, നിങ്ങളാരും ലോകമനുഷ്യന്റെ കാഴ്ചപ്പാടി കേൾക്കരുത്. ലോകമനുഷ്യന്റെ കാഴ്ചപ്പാടി കേട്ടാൽ ഇതൊന്നും സഹായിക്കാൻ പറ്റത്തില്ല. ഇയ്യോബിന്റെ ഭാര്യ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പുള്ളിക്കാരത്ത് പക്ക ലോകമനുഷ്യയായിരുന്നു. എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്? വിട്ട് കളഞ്ഞേച്ച് പോയി വേറെ പോയി ചത്ത് കളയാന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? അതാ നാച്ചുറൽ. എന്നാൽ അതിനപ്പുറത്തുള്ള വിഷയം എന്നാന്നറിയാവോ? ആ സമയത്ത് മുട്ടയിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഇയ്യോബ്. ഹല്ലേലൂയ. വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തൊരു കാഴ്ചപ്പാടുണ്ട്. ഹല്ലേലൂയ. നാച്ചുറൽ തലത്തിലല്ല വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ലോകമനുഷ്യൻ നോക്കുന്ന ഉടനെ ഇവൻ മുട്ടയിലിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവന് അകത്തുള്ളിലൊരു വെളിച്ചമുണ്ട്. പ്രതിസന്ധിക്കപ്പുറത്ത് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പറയാൻ എത്ര വിശ്വസിക്കും? കരം കൊടുത്ത് പറഞ്ഞത് പ്രതിസന്ധിക്കപ്പുറത്തൊക്കെ ദൈവം നടത്തുമെന്ന് പറ. ഹല്ലേലൂയ. പ്രതിസന്ധിക്കപ്പുറത്ത് ദൈവം നടത്തുമെന്ന് പറ. അത് നാച്ചുറൽ റലമല്ല, സൂപ്പർ നാച്ചുറൽ റലവാ. എങ്ങനെയാ സൂപ്പർ നാച്ചുറൽ റലമാ? അതെങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ സൂപ്പർ നാച്ചുറൽ റലം. ഞാൻ പ്രസംഗിക്കുന്ന വിഷയം എന്താ പറയുന്ന എന്തായാലും വന്ന വഴിക്കൂടെ അങ്ങോട്ട് പോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം നമുക്കൊരു വാക്യം എടുക്കാം. സൂപ്പർ നാച്ചുറൽ റലത്തിൽ എന്താ സംഭവിക്കുന്നുള്ളത്? ലൂക്കോസിന്റെ സുവിശേഷം ഒരു വാക്യം എടുക്കാം. എങ്ങനെ സംഭവിക്കുന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. രണ്ടാം അധ്യായത്തില് 1-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് അതിന്റെ 34-ാം വാക്യം വായിച്ചു വെച്ചാ. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ. ഏത് വാക്യം വായിച്ചേ? ഏത് 36? ഓക്കെ, നോട്ട് എഴുതി ശ്രദ്ധിച്ചോണം. അങ്ങോട്ട് സംസാരിക്കാൻ പിടിക്കും. ലൂക്കോസിന് 1:36 ഒന്നുകൂടെ അച്ഛൻ വായിച്ചത് ഇങ്ങനെയാണ് വായിക്കുന്നത്. 34-ാം വാക്യം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. ഇമ്പോസിബിൾ. എന്താ സംഗതി? എന്തോ ഇമ്പോസിബിൾ. നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, എങ്ങനെ സംഭവിക്കും? ഇമ്പോസിബിൾ. ഞാൻ ചിലരോട് പറയാം, ഇമ്പോസിബിലിറ്റി വെച്ചോണ്ട് നീ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇമ്പോസിബിലിറ്റിയെ പോസിബിലിറ്റി ആക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇമ്പോസിബിലിറ്റിയെ പോസിബിലിറ്റി ആക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് അറിയാം? എങ്ങനെ വെച്ചാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനം മനസ്സിലാക്കുന്നവൻ നാച്ചുറൽ തലത്തിൽ ജീവിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ നാച്ചുറലായിട്ട് ചിന്തിക്കത്തില്ല. പ്രതിസന്ധി മുമ്പിൽ കിടന്ന് കരകിയേക്കാം, അവൻ ചിരിച്ചോട് നിൽക്കും. ഞാൻ പറയാം, ജയിലിൽ ഹല്ലേലൂയ താൻ കാരാഗ്രഹ ലേഖനം എഴുതുമ്പോ പൗലോസ് പറയുകയാണ്, പൗലോസ് പറയുന്നത് സന്തോഷിക്കുന്ന മാത്രമല്ല, കഴിഞ്ഞ ദിവസം വായിച്ച ഉച്ചയോട് നിങ്ങൾക്ക് സന്തോഷം തോന്നി. എന്താണെന്ന് ചോദിച്ചാൽ അതിന് 4-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്വതത്തോടെ ദൈവത്തിന്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന് ദിവ്യ സമാധാനം. കാരാഗ്രഹത്തിൽ വിലങ്ങിട്ട് താൻ കിടക്കുമ്പോൾ താൻ എഴുതുകയാണ്,
എന്നാന്നറിയാമോ? സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സമാധാനം ദൈവം കൊടുക്കും. സൂപ്പർ നാച്ചുറൽ ഉള്ള സന്തോഷം ദൈവം കൊടുക്കും. ക്രിസ്തുയേശുവിൽ സന്തോഷിപ്പിനെന്ന് പറയും. ഇന്ന് പറയാം ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് നാച്ചുറൽ ലൈഫ്. നീ ലോക ലെവലിലാണ് നീ ക്രിസ്ത്യ ജീവിതത്തെ നോക്കുന്നെങ്കിൽ പ്രശ്നം നിന്നെ തകർത്ത് കളയും. എന്നാൽ അതിനപ്പുറത്തെ റലത്തിലേക്ക് നീ പോകുന്നെങ്കിൽ നീ ആള് മാറിയവനെ പോലാകും. പ്രശ്നമില്ലാത്തവരെന്ന് കൈവയ്ക്കുക ആരെങ്കിലും. ഒരു പ്രശ്നവുമില്ല എൻ്റെ ചെല്ല. പ്രശ്നമില്ലാത്തവരാരും ഇല്ല. ഒന്നുകിൽ രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ പ്രശ്നം, ജോലിയിൽ പ്രശ്നമില്ലാത്തവരായിട്ട് ആരുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ മറ്റവരെ കാണുമ്പോൾ ഇവിടുത്തെ സജിപ്പാസ്റ്റർക്ക് പ്രശ്നമൊന്നുമില്ല. മോൺസിച്ചാനാണെങ്കിൽ എന്തോ സന്തോഷം, ഒരു പ്രശ്നവുമില്ല. മോൺസിച്ചാനോട് ഇതിന് അടുത്ത് പേഴ്സണായിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരും ബാക്കി കാര്യങ്ങൾ. എന്നോട് പേഴ്സണായിട്ട് ചോദിച്ചാൽ നമ്മളൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം. പക്ഷെ പ്രശ്നങ്ങൾ അവിടെ കിടക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിന് ഞങ്ങൾക്കൊരു കുറവുമില്ല. കാര്യം എന്താണ്? ഞങ്ങൾ സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്നവരാ. നാച്ചുറലിനകത്തല്ല, സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്നവരാ. ഹല്ലേലൂയ. ഇവിടെ പറയാം എങ്ങനെ സംഭവിക്കും. എങ്ങനെ സംഭവിക്കുന്ന അടുത്ത വാക്യം വായിച്ചേ. എങ്ങനെ സംഭവിക്കും എന്നാ പറഞ്ഞേ? അടുത്ത വാക്യം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം വായിച്ചു. കുഞ്ഞുങ്ങളാരും ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. അത് മാത്രം മതി. അത്ര വായിച്ചു. മലയാളത്തിൽ ഒന്ന് വായിച്ചു. അതിനെ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മതി. എങ്ങനെയാ ഇമ്പോസിബിലിറ്റിയെ പോസിബിലിറ്റി ആക്കുന്നത്? എങ്ങനെ ഇമ്പോസിബിലിറ്റി പോസിബിലിറ്റി? ഒറ്റ വഴിയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇന്ന് വൽക്കാലം പറയാം, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് ശക്തിപ്പെടുവാനുള്ള ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കും. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവമക്കള് സൂപ്പർ നാച്ചുറൽ തലത്തിൽ ജീവിക്കുന്നവരാ. നമ്മൾ നാച്ചുറൽ തലത്തില് പറയുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം അങ്ങനെ പോകുന്ന ഒരു ക്രിസ്ത്യ ജീവിതം നമുക്ക് വേണം. ഇവിടെ നമ്മൾ വായിച്ച ഞാൻ ഞാൻ മറ്റേ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തില് അവിടെ നമ്മൾ കേട്ടെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിസന്ധിയിൽ ഇരിക്കുന്ന ജനം അവരോട് പറയുക, ദൈവാത്മാവിന്റെ ശക്തിയെ പറ്റിയുള്ള വ്യാപാരം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിയാൽ. അത് നമ്മൾ 4-ാം അധ്യായം പരിശുദ്ധാത്മാവ് അവിടെ നമ്മൾ ഒത്തിരി 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 8-ാം വാക്യത്തിൽ വായിക്കുന്നത് അറിയാമോ? പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് ആ വാക്യം പഴയ നിയമത്തിലെ കൊട്ടേഷൻ തുടങ്ങുന്നത്. ഞാൻ കഴിഞ്ഞ ബൈബിൾ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾ പറയുന്നത് പോലെ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സൂപ്പർ നാച്ചുറൽ ആയിട്ടൊരു ജീവിതം നയിക്കണമെങ്കിൽ ലോകപരമായ നാച്ചുറൽ തലത്തിൽ അത് പറ്റത്തില്ല. നാച്ചുറൽ തലത്തിൽ പ്രതിസന്ധി വന്ന് നമ്മൾ പരാജയപ്പെട്ടു പോകും. ഇവരുടെ പ്രശ്നം ഇതായിരുന്നു. ഇവർക്ക് ദൈവാത്മാവ് പറയുന്ന കട്ടിയായിട്ടുള്ള ആഹാരം. ഇപ്പൊ ഇത് പറയുന്നുണ്ടേ മറിയ എന്താ പറഞ്ഞത്? ഇതെങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ മറിയ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. മറിയ എന്ത് ചെയ്തു? നടക്കത്തൊന്നുമില്ല. വെറുതെ ദൂതനോ ആരോണ്ട് വന്ന് പറഞ്ഞു എന്തോ ഞാൻ ഗർഭിണിയായിട്ടൊരു മകനെ പ്രസവിക്കും. അതെങ്ങനെ നടക്കും? ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞു. ഉടനെ അവിടെ ഞാൻ ആ വാക്യം വായിക്കാം. അവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഇങ്ങനെ വായിക്കാം. 35-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. അതിന്റെ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ മാനുഷിക ശക്തിക്ക് അപ്പുറമായിട്ടുള്ള ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലോകമനുഷ്യൻ ശിംശോന്റെ ചേർത്ത് ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചാണല്ലോ. ശിംശോനും ലോകമനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ വ്യത്യാസമേ ഉള്ളായിരുന്നു. എങ്ങനെ? ശിംശോന്റെ കഥ അറിയാൻ സാംസനെ പറ്റി അറിയാവോ? സാംസന്റെ സ്റ്റോറി. സാംസൺ ഇതായിരുന്നു. താനിങ്ങനെ പോകുമ്പോൾ സിംഹത്തെ കാണുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ വരും. സിംഹത്തെ വലിച്ചു കീറിത്താൻ എന്ത് ചെയ്യും? അവര് കയറുകൊണ്ട് കെട്ടും. ആത്മാവിന്റെ ശക്തി വരുമ്പോ അത് ചണനൂല് പോലെ കരിഞ്ഞു പോകും. എങ്ങനെയാ ശക്തി വ്യാപരിച്ച്? മനുഷ്യശക്തി ആയിരുന്നോ? അല്ല. ഇന്ന് പൽക്കാലം ഇവിടെ പറയുക എന്താ പറഞ്ഞിരിക്കുന്ന വാക്യത്തില് ഇങ്ങനെ പറയുന്നത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഞാൻ പറയാം, നടക്കാത്ത ചില കാര്യങ്ങൾ നടക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമ്പോഴാണ്. ഇന്ന് വാൽക്കാലം പറയാൻ ചില ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കണം. സിജി പറഞ്ഞല്ലോ, ചില ബോണ്ടുകൾ അകലണമെങ്കിൽ, ചില പ്രതിസന്ധി, ചില വിഷയങ്ങളുടെ മേൽ ജയം നേടണമെങ്കിൽ ഞാൻ പറയും മാനുഷിക ശക്തി കൊണ്ട് പറ്റത്തില്ല. മാനുഷിക ശക്തി പറ്റും, ഒരു ലിമിറ്റ് ഉണ്ട്. എപ്പോഴും ഒരിക്കൽ കൂടെ മാനുഷിക ശക്തിക്ക് എന്തുണ്ട്? ഒരു ലിമിറ്റ് ഉണ്ട്. അച്ഛാ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സിഗരറ്റ് വലി നിർത്താൻ പോയി ഒരു പാക്കറ്റോടെ വലിച്ചേച്ച് ഞാൻ എന്ത് ചെയ്യുക? എന്താ ഈ ഒരു പാക്കറ്റ്, ലാസ്റ്റ് പാക്കറ്റാ ഇന്നൂടെ അച്ഛാ സിഗരറ്റ് വലി നിർത്താൻ പറയാ. ലാസ്റ്റ് പാക്കറ്റ് അവസാനത്തെ ഞാൻ
നമ്മൾ നടക്കത്തില്ല. വെള്ളമടിയാണെങ്കിലും ഒരു പെഗ് ലാസ്റ്റ് കുടിച്ചേച്ച് അതുപോലെ തന്നെ പറയും ഇതോ ഈ എന്താ തെറ്റായിട്ടുള്ള കാര്യം ഞാൻ ഇന്നൂടെ കിടന്നു ഞാൻ നിർത്തിയേക്കാം. നടക്കത്തില്ല. ചിലത് നമ്മുടെ വിൽ പവറിന്റെ മേലുള്ളതാ. മനുഷ്യനൊരു വിൽ പവർ ഉണ്ട്, അതിന്റെ മേൽ ആവസിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയുണ്ട്. ഇന്ന് പൽക്കാൽ ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, ചില വിഷയങ്ങളുടെ മേൽ നിനക്ക് ജയം പ്രാപിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കണം. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും, നിന്റെ ക്യാരക്ടറിനെ മാറ്റിമറിക്കും, നിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയാണ് ഈ വായിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിക്കുക എന്ന് പറഞ്ഞത്. എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. ഉടനെ എന്ത് ചെയ്തു? ഉടനെ മറിയ എന്താ പറഞ്ഞത്? ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചു. ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ദൂതൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ഇടും. അല്ല അവിടെ വെറുതെ ഒന്ന് ചുമ്മാ പറയാന്ന് അല്ല അങ്ങനെ മറിയ പറഞ്ഞു വിചാരിക്കുക. ചുമ്മാ അതൊന്നും പറയാതെ ഞങ്ങൾക്ക് എത്ര പെണ്ണുങ്ങളെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, എത്ര കുഞ്ഞുങ്ങൾ ജനിച്ചത് ഞങ്ങൾക്ക് അറിയാം, എത്ര കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം. പിന്നെ അബ്രഹാമിനെ പോലെ ആയിരുന്നു. പിന്നെ കാര്യം ഇവർക്കറിയാവുന്ന അബ്രഹാമിന്റെ ചരിത്രമാണ്. അബ്രഹാമിന്റെ രണ്ടുപേരുടെയും ശരീരത്തെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും എന്ത് ചെയ്തു? കുഞ്ഞുണ്ടായി. അതുവല്ലോ ആണെന്ന് പറയട്ടെ. ഇതിപ്പോ പുരുഷനെ അറിയാതെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, വെറുതെ പറയാതെ. അതല്ല ഇങ്ങനെ വാക്യം പറയുന്നത്. അതിന്റെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 38-ാം വാക്യം ഒന്ന് വായിച്ചോ. മറിയ പറഞ്ഞു, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് പൽക്കാലം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നിന്നോട് സംസാരിക്കുമ്പോൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കട്ടെ നീ പറയുന്നെങ്കിൽ അവിടെ വിശ്വാസം ഉത്ഭവിക്കുന്നത്, അവിടെ മിറക്കിൾസ് നടക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ട് എന്തോ ഈ പറഞ്ഞുണ്ട്, ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് യാതൊന്നും നടക്കുന്നില്ലെങ്കിൽ പറയുന്നതിന്റെ കുഴപ്പമില്ല, ദൈവവചനത്തിന്റെ കുഴപ്പമില്ല. ഈ സഹോദരിയുടെ അടുത്ത് ദൈവവചനം ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാ, സഹോദരി പറയാ, ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി. ഇന്ന് പോയക്കാലം എത്ര പേര് പറയാൻ തയ്യാറുണ്ട്? പ്രതിസന്ധിയിലും വിഷയത്തിലും ഇരിക്കുന്നെങ്കിൽ നിങ്ങളോട് ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസൻ, അല്ല ഇത് എന്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഇങ്ങനെ ഒരു ശക്തി പരിശുദ്ധാത്മാവിന്റെ ഉണ്ടെങ്കിൽ ഇന്ന് പോൽക്കാലം അത് നടക്കട്ടെ എന്ന് പറയുന്ന എത്ര പേര് ഇന്ന് പോൽക്കാലം ഇവിടെ ഉണ്ട്? എന്റെ ജീവിതത്തിൽ ഒരു ജയം എനിക്ക് വേണം. പാപത്തിന്റെ ഞാൻ ഈ പറയുന്നത് നമ്മുടെ വരിഞ്ഞു മുറുക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങൾ, പാപത്തിന്റെ കെട്ടുകൾ നമ്മളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ആത്മീയ ജീവിതത്തെ കെടുത്തുന്ന ഞാൻ പറയാം ലോകപരമായ ചിന്തകള്, തെറ്റായ നിലയിലേക്ക് നമ്മളെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മളെ കൊണ്ടുപോകുന്ന ചിന്തകള്, വിഷയങ്ങള്, നാളുകളായിട്ട് ജയിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ. ഇതിനകത്ത് ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് നമ്മളിപ്പോ വായിച്ചതുപോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഞാൻ കർത്താവിന്റെ ദാസൻ. അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ എന്റെ മേൽ നിഴലിടണമെന്ന് ഇന്ന് വൽക്കാലം പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസമാകട്ടെ. വിശ്വാസത്തിലാ ഇതാ ഞാൻ എന്റെ ദാസി. ഞാൻ പറയാം, അബ്രഹാമിനും അല്ലെങ്കിൽ സാറായിക്കും ഉണ്ടായിരുന്ന വിശ്വാസം പോലും നമ്മൾ വിശ്വാസ വീരന്മാരുടെ ഏറ്റവും വലിയ വിശ്വാസ വീരൻ ആരാ? അബ്രഹാം. വിശ്വാസ വീരന്മാരുടെ നേതാവ് ആരാ? അബ്രഹാമിന് വിശ്വസിക്കാൻ പിന്നെയും പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഭാര്യ അടുത്തുണ്ടായിരുന്നു. ഇതോ പുരുഷനെ അറിയാത്തൊരു സഹോദരി പറയാ. ഞാൻ പറയാം, അബ്രഹാമിനേക്കാളും വലിയ വിശ്വാസ വീര ആരായിരുന്നു അറിയാം? മറിയായിരുന്നു. ഇന്ന് മലക്കാലം എത്ര വിശ്വസിക്കുക? കണ്ണടച്ച് ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിശ്വസിച്ചവളെ നോക്കിയിട്ട് പറയുകയാണ്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കും. ഇന്ന് പൽക്കാലം എത്ര പേര് അന്നേരം പറയുന്നുണ്ട്. അതിന്റെ 38-ാം വാക്യത്തിൽ പറയും, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഇന്ന് പൽക്കാലവും ചില ജീവിതത്തിന്റെ മേഖലകളിൽ ഞാൻ പറയട്ടെ, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമുണ്ട്. എബ്രായ വിശ്വാസികൾ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുക. അവരോട് പറയുക, ഞാൻ പറയാം, ചില ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അച്ഛാ എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആത്മശക്തി ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ. ചിലപ്പോൾ മിറക്കിൾ ദൈവം ചെയ്യും, ഒറ്റ മിറക്കിൾ ചെയ്ത് ദൈവം നമുക്ക് ചെയ്യും. ചില സമയത്ത് ദൈവം ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ദൈവാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കും. നടക്കത്തില്ലെന്ന് ലോകം പറയുന്ന കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യും? നടത്തും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി, അച്ഛാ ഇതുപോലെ ഈ നിങ്ങൾ കടന്നുപോയ പോലെ ഈ വിഷയത്തിൽ കൂടെ കടന്നുപോയ ഒരാൾ ആത്മഹത്യ ചെയ്താ കേട്ടോ. ആണോ? അതെ. അങ്ങനെ ഇത്രയും വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോയാല് അതിൻ്റെ അകത്തൂടെ ഒരു കൂളായിട്ട് കടന്നു പോകാൻ അവർക്കില്ലാത്ത ചില ശക്തി നിനക്കുണ്ട്.
അവർക്കില്ലാത്ത ചില ശക്തി നിന്റെ മേൽ ആവസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുന്നതുകൊണ്ട് പ്രയാസങ്ങളില് പ്രതിസന്ധികളില് ഇന്ന് പാൽക്കാൽ നിങ്ങൾ പറയട്ടെ, അങ്ങനെയുള്ള ഒരുവനെ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ എന്റെ വിഷയത്തിന് മാറിപ്പോയി എങ്കിലും ഞാൻ പറയുക, അവര് മെൽക്കിസദേക്ക് ആരാന്ന് ചോദിച്ചാൽ പറയാ, ഇതൊക്കെ ഇനിയിപ്പോ കേൾക്കാനൊന്നുമുള്ള പറ്റത്തില്ല, വാക്കിയില്ല. വാക്യം ഒന്നുകൂടെ വായിച്ചു വെച്ചാൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഞാൻ എഫേസ്യ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചെങ്കിലും ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. സമയമുണ്ട് കുറച്ചുകൂടെ പറയാം. എബ്രായ ലേഖനം നമ്മൾ വായിച്ചത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ചിലത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തെളിയിച്ചു തരുന്നതിനാ വെച്ചാൽ നമ്മൾ ഉറപ്പുള്ള ക്രിസ്ത്യ ജീവൻ നയിക്കുവാനാണ്. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം വേണം. കർത്താവ് നമ്മളെ നടത്താൻ മതിയായി വേണം, ഉറപ്പ് വേണം. അതെങ്ങനെ വരും? അത് സാധാരണ നിലയിൽ മാനുഷികമായിട്ട് വരത്തില്ല. ഇവിടെ ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഈ കേൾക്കുന്ന മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതൻ. അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞൊരു വാക്യമുണ്ട്, 5-ാം അധ്യായത്തിൽ വാക്യം വായിച്ചു, അതിന്റെ 7-ാം വാക്യം വായിച്ചു, 5-ന്റെ 7 വായിച്ചു. ഇത് എന്നിട്ട് എങ്ങനെ ഈ മഹാപുരോഹിതനായെന്ന് പറയാ? ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത്, അതിന്റെ 6-ാം വാക്യത്തിൽ വായിച്ചു, 6 തൊട്ട് വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. അടുത്ത വാക്യം, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും. ഒരു നിമിഷം നിർത്തിയിട്ട് ഞാൻ പറഞ്ഞോട്ടെ, ഇവരുടെ പ്രതിസന്ധിയിൽ ഇവരോട് പറയുക, ഭയങ്കര പ്രതിസന്ധി കൂടി കടന്നു പോവുക. കുടുംബക്കാര്, നാട്ടുകാര്, ബന്ധുക്കള്, സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു. തിരികെ എങ്ങോട്ട് പോകണം? യഹൂദ വിശ്വാസത്തിലേക്ക് പോകണം. എങ്കിൽ നീ തിരിച്ചു വന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നേക്കാം. ഞാൻ പറയാം, ദൈവത്തെ അറിഞ്ഞിട്ട് പലരും നിങ്ങളെ തിരിച്ചു മാടി വിളിച്ചേക്കാം. ഞാൻ ഒരു കാര്യം പറയാം, ഉറച്ചു നിന്നാൽ ഞാൻ പറയാം, ഇങ്ങനെ നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ വായിച്ചതാണ്. നിങ്ങളുടെ വിശ്വാസവും ഇങ്ങനെ വായിക്കുന്ന 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, നാം പ്രത്യാശയുടെ ധൈര്യവും അഭിമാനവും അവസാനത്തോളം നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവന്റെ ഭവനമാകുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? അവസാനത്തോളം നമ്മൾ മുറുകെ പിടിച്ചാൽ നാം അവന്റെ ഭവനമാ. അത് ഉറപ്പോടെ നമ്മുടെ ക്രിസ്ത്യ ജീവൻ നമ്മൾ നയിക്കണം, ദൈവത്തിന്റെ വചനം പറയുന്നു. ഇവിടെ എന്നിട്ട് താഴോട്ട് വായിക്കുക, എന്നിട്ട് അതിന്റെ 10-ാം വാക്യോട് വായിച്ചു. എന്നിട്ട് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. ഇതിനെ കുറിച്ചാ ഇങ്ങനെ വന്ന് ഈ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എങ്ങനെ പുരോഹിതനായെന്ന് പറയാമോ? യേശു കർത്താവ് നമ്മളെപ്പോലെ മനുഷ്യനായി. അതാ 7-ാം വാക്യത്തിൽ, ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കർത്താവ് നമ്മളെപ്പോലെ പെർഫെക്റ്റ് ഹ്യൂമൻ ആയിരുന്നു. എങ്ങനെയായിരുന്നു? പെർഫെക്റ്റ് ഹ്യൂമൻ ആയിരുന്നു. കർത്താവ് അഭയയാചന കഴിച്ചപ്പോൾ ഭയഭക്തി നിമിത്തം തനിക്ക് എന്ത് ചെയ്തു? ഉത്തരം ലഭിച്ചു. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? കർത്താവ് പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ വായിച്ചത്. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അതിന്റെ അവസാനത്തെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ വായിക്കാം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവൻ. അവൻ കരുണ ഉണ്ടാകണമെങ്കിൽ എന്താ വിഷയം എന്നറിയാമോ? എനിക്ക് എന്റെ കൂട്ടു സഹോദരന് കരുണ ഉണ്ടാകണമെങ്കിൽ ഞാൻ കടന്നുപോയ വലിയ പ്രതിസന്ധി പോലെ അവൻ കടന്നു പോകുമ്പോൾ എന്റെ അവന്റെ വിഷമം എനിക്കറിയാമെന്ന്. വേറെ ആർക്കും അറിയത്തില്ല. അവൻ കരുണയുള്ളവന്റെ ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിസന്ധിയിൽ യേശു കർത്താവ് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യനായിട്ട് ഭയഭക്തിയോടെ നിലവിളിച്ചു, തനിക്ക് ഉത്തരം ലഭിച്ചു എന്ന് നമ്മളോട് പറയുകയാണ്. അല്ലെ, അതുകൊണ്ട് കരുണയുള്ളവനും. അടുത്ത വായിച്ചു, ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനുമാവും. എങ്ങനെ യേശു കർത്താവ് നമുക്ക് സഹായിപ്പാൻ കഴിവുള്ളവനായാലും? അയ്യോ, യേശു ദൈവമായോണ്ടല്ലേ പെട്ടെന്ന് പിശാച് ചെയ്യുന്നു. യേശു, ഞാൻ പറയാം, നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരനെ പോലെ കാണാൻ യേശുവിനെ പറ്റണം. അതൊരു വെളിപ്പാടാ. എന്നാന്നറിയാമോ? മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനാവന്, നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനാവന്. അങ്ങനെയുള്ള ഒരുവനെ നോക്കിയിട്ട് പറയുകയാണ്, നമ്മൾ പരീക്ഷയുടെ സമയത്ത് അവൻ കരുണയുള്ളവനാ. ഇന്ന് പാൽക്കാൽ നിന്റെ വിഷയം പറഞ്ഞാൽ അതിന്റെ റൂട്ട് കോസിനകത്ത് കഷ്ടത അനുഭവിച്ചവനാവന്.
നിനക്ക് ആശ്വാസം പകർന്നു തരുവാൻ പറ്റിയ ഒരു കർത്താവ് നമുക്കുള്ളത്. നമ്മുടെ സമയം അവസാനിക്കാണ്ട് ഒരു നിമിഷം ഞാൻ എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഞാൻ എടുത്ത വിഷയം തുടങ്ങിയതേ ഉള്ളായിരുന്നു, എന്നാൽ സമയമില്ല. ഇന്ന് പൽക്കാലം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഹൃദയത്തിൽ മറിയ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും ആത്മാർത്ഥതയോടെ തങ്ങളുടെ വിഷയത്തിന് മധ്യത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, എല്ലാവരും കണ്ണുകളെ അടച്ച് ദൈവസന്നിധി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയാം, നമുക്ക് വേണ്ടി നല്ല മഹാപുരോഹിതനായിട്ട് നമുക്കൊരു കർത്താവുണ്ട്, കരുണയുള്ളവനായിട്ട്. ഇന്ന് പൽക്കാലം നിങ്ങളെ നോക്കി കരുണയുള്ളവനാ. കർത്താവിൻ്റെ ഒറ്റ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിലേക്ക് നമ്മൾ പറയണം, ഇതാ ഞാൻ എൻ്റെ ദാസി. കർത്താവിനെ പറ്റിയുള്ള അറിവല്ല, ഒന്നുകൂടെ ഞാൻ പറയാം, കർത്താവിനെ പറ്റി കേട്ടതല്ല, അനുഭവിച്ചറിയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് പൽക്കാലം ലോർഡ്, ഇന്ന് പൽക്കാലം കേട്ട വചനം എനിക്ക് റെവലേഷനായിട്ട് എൻ്റെ ഉള്ളിൽ വരണം കർത്താവേ. ഐ വാണ്ട് ടു നിന്നെ ഞാൻ സെർവ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കർത്താവേ. ഐ വാണ്ട് ടു സെർവ് യു ലോർഡ്. ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാൻ എത്ര പേര് തയ്യാറുണ്ട്? എൻ്റെ പാപത്തിന്റെ കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാൻ കർത്താവ് നിന്റെ അടുത്തേക്ക് വരിക. ഐ ആം ഹെൽപ്ലെസ് ലോർഡ്. ചില പ്രതിസന്ധികൾ എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റുന്നില്ലപ്പാ. നമ്മൾ സ്വയം കെട്ടിവെച്ചതുണ്ട്, ചിലപ്പോൾ പിശാച് കെട്ടിയതുണ്ട്, പിന്നെ വല്ലവനും കെട്ടിയതുമുണ്ട്. ഇതിനെല്ലാം അഴിക്കാൻ നമ്മുടെ ദൈവം മതിയായവനാ. ഹല്ലേലൂയ. ചിലത് നമ്മൾ വലിച്ചു വെച്ച കെട്ടുകളുണ്ട്. ഇന്ന് പലക്കാലം ദൈവസന്നിധിയിൽ എത്ര പേര് തങ്ങളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറുണ്ട്? ഒരു നിമിഷം കണ്ണുകളെ അടച്ചേ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇവിടെ ആരോടും പറയും, നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞു, ലോർഡ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. എൻ്റെ ഹൃദയത്തോടെ അവിടെ സംസാരിക്കണം കർത്താവേ. ഹല്ലേലൂയ. ആ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ പകരണം കർത്താവേ. ഞാൻ പറയാം, ദൈവത്തിൻ്റെ ആ വചനം പറയുന്നത് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തുവാൻ മതിയായവനാ. യേശു കർത്താവ് ഗെത്സമനയിൽ, എന്നെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നു, ഗെത്സമനയിൽ വലിയ പ്രതിസന്ധിയിൽ കൂടെ അകപ്പെടുക. നമ്മൾ വായിക്കുന്നുണ്ട്, ഗെത്സമനയെ താൻ ചെന്ന ശിഷ്യന്മാരെ അവിടെ ആക്കി ഇരുത്തിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. യേശു കർത്താവ് മുമ്പോട്ട് കടന്നുപോയി കവിണ്ണ് വീണ് താനും പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൂതൻ തന്നെ ആശ്വസിപ്പാനായിട്ട് ഇറങ്ങി വന്നു. ഹൗ മെനി ഓഫ് യു ബിലീവ്? എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ വിടുവിക്കാൻ വരുന്ന ഒരു കർത്താവുണ്ട്? ഇത് കെട്ടുകഥയല്ല കേട്ടോ. ഇന്ന് പൽക്കാലവും ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ കർത്താവ് ഇന്ന് പൽക്കാലം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും, ഞാൻ കേട്ടതുപോലെ നാളുകളായിട്ട് മാറ്റുവാൻ കഴിയാത്ത സ്വഭാവങ്ങൾ. ഐ ട്രൈഡ് സോ മച്ച്. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന, ബട്ട് ഐ ആം അൺഎബിൾ. എന്നെ കൊണ്ട് പറ്റുന്നില്ല കർത്താവേ. ഞാൻ പറയട്ടെ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എപ്പോഴാണെന്നറിയാം? വിശ്വസിക്കുമ്പോൾ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. കർത്താവെ, എനിക്കൊരു ജീവിതം നീ തരികയാണെങ്കിൽ ഐ വിൽ ലിവ് ഫോർ യു. കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. ഞാൻ പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ കർത്താവ് മിറക്കിൾസ് ചെയ്യും, സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ്. മനുഷ്യന് മനസ്സിലാകത്തില്ല എങ്ങനെ ഈ രൂപാന്തരം സംഭവിച്ചു, എങ്ങനെ ഈ ചേഞ്ച് ഉണ്ടായെന്ന് മനുഷ്യന് മനസ്സിലാകത്തില്ല. ബട്ട് ലോർഡ് ഈസ് ഏബിൾ ടു ഡു ദാറ്റ്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കേൾപ്പിച്ച വചനത്തിന് മുമ്പായിട്ട് നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ദാസനിൽ കൂടെ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിച്ചു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവെ, ഞാൻ എന്ത് ആഗ്രഹിച്ചോ എൻ്റെ വിഷയത്തിന് വേണ്ടി കർത്താവ് എന്നോട് ഇടപെടണമേ എന്ന് ഞാൻ ആഗ്രഹത്തോടെ ഈ ആരാധനയ്ക്ക് വന്നു. ഇന്ന് പകൽക്കാലം സ്വർഗം എന്നോട് ഇടപെട്ടു. ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് മറിയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്നിട്ട് അവളോട് പറഞ്ഞു, നിനക്ക് ഒരു മകനുണ്ടാകുമെന്ന്. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? ലോകത്തെ നോക്കി ജീവിക്കുവാണെങ്കിൽ ഇത് അത്ഭുതമാ. കർത്താവ് പറഞ്ഞു, ലോകത്തില്ലാത്തതൊന്ന് ഞാൻ നിന്റെ മേൽ പകരും ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും.